തിരുവനന്തപുരം നഗരത്തിൽ 6ാം ദിവസവും കുടിവെള്ളം മുടങ്ങി. പണ്ടാരവിളാകം, തൈക്കാട്, കിള്ളിപ്പാലം ഭാഗങ്ങളിൽ വെള്ളം എത്തിയിട്ടില്ല. അതേസമയം കുടിവെള്ളം മുടങ്ങിയതിൽ ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കും വീഴ്ച പറ്റിയെന്ന വാദവുമായി നഗരസഭയും രംഗത്തെത്തി. വിഷയം ടെക്നിക്കൽ മെമ്പർ അന്വേഷിച്ച് 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം. ടിൻഡുദാസ് വിവരങ്ങളുമായി ചേരുന്നു. ടിൻഡു, ഈ ചരിത്രത്തിൽ ആദ്യമായി നഗരസഭയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, അത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ അവധി നൽകേണ്ടി വന്ന ഒരു വലിയ പ്രശ്നം, അത് 6ാം ദിവസവും പരിഹരിക്കാനായിട്ടില്ല. ചില മേഖലകൾ വലിയ പ്രശ്നത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും മനു, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കിള്ളിപ്പാലത്തിന് സമീപമുള്ള, അതായത് നമ്മുടെ പൂജപ്പുരയിലേക്ക് പോകുന്ന ഭാഗത്തുള്ള പണ്ടാരവിളം തുടങ്ങിയ മേഖലകളാണ്. അവിടെയൊന്നും ഇതുവരെ വെള്ളം വന്നിട്ടില്ല. നമുക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഈ അലൈൻമെന്റിന്റെ ഭാഗമായിട്ടുള്ള പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷമുള്ള അതായത് അലൈൻമെന്റിന്റെ പണി തുടങ്ങുന്നതിന് മുന്നേ വെള്ളം ഇല്ലാതിരുന്ന സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ മാധ്യമങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്ന് എടുക്കുന്നത്. ഈ പൈപ്പിൽ വെള്ളമില്ല. കാരണം ഈ അലൈൻമെന്റിന്റെ പണി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ വെള്ളമില്ല. ഒരു പക്ഷേ ഈ അലൈൻമെന്റ് പ്രശ്നം വന്ന് 4 ദിവസം വെള്ളം മുടങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ പ്രദേശങ്ങളിലൊക്കെ, അതായത് ഈ നഗരത്തിൽ നിന്നും ഉള്ളിലേക്ക് മാറിയ, നഗരം തന്നെയാണ് പക്ഷെ നഗരത്തിനകത്ത് ഉള്ളിലേക്ക് മാറിയുള്ള പ്രദേശങ്ങളിൽ വെള്ളമില്ലാത്ത കാര്യം പുറലോകം അറിയുന്നത്. ഇപ്പോൾ എന്തായാലും അലൈൻമെന്റ് കഴിഞ്ഞതിന് ശേഷം ഉള്ള പണികൾ, അതായത് അറ്റകുറ്റപ്പണികളാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ നടക്കുന്ന ഒരു പ്രവർത്തനങ്ങൾക്കും കേരള വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉത്തരവാദിത്തമില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. കാരണം വാട്ടർ അതോറിറ്റിയുടെ ഭാഗമായിട്ടുള്ള പണികളാണ് അലൈൻമെന്റ് ഭാഗമായിട്ട് കഴിഞ്ഞ 4 ദിവസം ഇവിടെ നടന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് വെള്ളമില്ലാതിരുന്നത്. ഇപ്പോൾ നടക്കുന്ന പണികളൊക്കെ നഗരസഭയുടെ കീഴിൽ വരുന്ന പണികളാണ്. അതോടൊപ്പം തന്നെ ഈ പൈപ്പ് കാലങ്ങളായിട്ട് വെള്ളം വരാതെ ഇരുന്നിട്ട് അതിനകത്ത് എയർ കയറി ഫില്ലായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമോ എന്നറിയില്ല. നമുക്ക് ഇപ്പോൾ ഈ ഭാഗത്ത്, അതായത് പൂജപ്പുര തുടങ്ങിയ മേഖലകളിൽ റോഡ് കുഴിച്ച് പൈപ്പ് എയർ ഫില്ല് ചെയ്തിരിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സംസ്ഥാനത്ത്, അല്ലെങ്കിൽ നഗരസഭയുടെ കീഴിൽ, തിരുവനന്തപുരം നഗരസഭയുടെ കീഴിൽ വെള്ളമില്ലാതായ വിഷയത്തെ പറ്റിയിട്ടുള്ള ഒരു മീറ്റിംഗ് കഴിഞ്ഞ ദിവസം റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്, അതിൽ വന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ്: പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച വന്നുവെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും പറയുന്നത്. 5 ലക്ഷത്തോളം ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ മേൽനോട്ട കുറവുണ്ടായെന്ന് റിപ്പോർട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജലവിതരണം നടത്തണമെന്ന് കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടത് ഗുരുതര വീഴ്ചയാണ്. കാരണം ഇതും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു വിശദീകരണമാണ് വന്നിട്ടുള്ളത്. കാരണം ഈ ജലവിതരണവുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ടിൻഡു ഇത് പറയുമ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ജല അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഗുരുതര വീഴ്ച എന്നത് പ്രത്യക്ഷത്തിൽ തന്നെ പറയാൻ കഴിയുന്നതാണ്. ഈ ഒരു ദിവസം, ആദ്യ ദിവസം കുടിവെള്ളം ഇപ്രകാരം പൈപ്പുകളിൽ മുടങ്ങുന്നു, അങ്ങനെയാണെങ്കിൽ എത്തിക്കാൻ ഏതൊക്കെ മേഖലയിലാണ് ഇത് മുടങ്ങി എന്ന് തിരിച്ചറിയാനൊക്കെ സമയം എടുക്കുന്നു എന്നുള്ള ന്യായീകരണം അംഗീകരിക്കാം. പക്ഷെ 2-3 ദിവസമല്ലല്ലോ, ഇന്ന് തുടർച്ചയായ 6ാം ദിവസമാണ് ഇങ്ങനെ നഗരത്തിൽ കുടിവെള്ളം മുടങ്ങുന്നത്. അതും മറ്റു നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തലസ്ഥാന നഗരി എന്നുള്ള പ്രത്യേകതയുണ്ട്. സെക്രട്ടേറിയറ്റിന് അധികം ദൂരമല്ലല്ലോ ഇപ്പോൾ ടിൻഡു നിൽക്കുന്ന സ്ഥലവും. തീർച്ചയായിട്ടും ഞാൻ സെക്രട്ടേറിയറ്റിൽ നിന്നും അധികം ദൂരത്തല്ല നിൽക്കുന്നത്. ഈ വെള്ളം മുടങ്ങിയിട്ട് ദിവസം ഇത്രയായിട്ടും ഈ നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ വീഴ്ചയാണ് നമ്മളിപ്പോൾ തുറന്നു കാട്ടുന്നത്. ഈ 4 ദിവസങ്ങൾക്ക് മുന്നേ, അതായത് ഈ പൈപ്പിന്റെ അലൈൻമെന്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് പൂജപ്പുരയിൽ ഇത്തരം പണികൾ, ഈ കിള്ളിപ്പാലം പ്രദേശത്ത് ഇത്തരം പണികൾ നടക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ദിവസങ്ങളിൽ തന്നെ ഞാൻ നിൽക്കുന്ന ഈ മേഖലകളൊന്നും വെള്ളം എത്തിയിട്ടില്ല. ആന്റി, വെള്ളം ഉണ്ടോ നിങ്ങൾക്ക്? വെള്ളം ഇല്ല. എത്ര ദിവസമായി? വെള്ളം 5 ദിവസം. എങ്ങനെയാ കാര്യങ്ങളൊക്കെ? തോട്ടിൽ പോയാണ് നനച്ചിട്ട് വന്നത്. തോട്ടിൽ പോയാണ് നനച്ചിട്ട് വന്നത്. തോട് എന്നിട്ട് അപ്പുറത്ത് തോട്, ഇത് കോവിലിരിക്കുന്നില്ലേ അവിടെ തോട്, കിള്ളിപ്പാലം തോട്. മലിനജലമല്ലേ? മോശം വെള്ളമല്ലേ? മോശം വെള്ളമില്ല, നല്ല വെള്ളം തന്നെ. ഇല്ല, ഇത് നല്ല തുണിയല്ല. ഇത് ചേച്ചിക്ക് ജോലി സ്ഥലത്തിൽ വിളിച്ച് കൊണ്ടുപോകാനുള്ള മീന് 6 ദിവസം വെച്ച മീന് ഇന്ന് കെട്ട് പുഴു അടിച്ച്, അതുകൊണ്ട് ഗ്യാസിലിട്ടിരിക്കുന്നു. പാചകം ചോറ് വെച്ച് ചേച്ചാണ് ഹോട്ടലിൽ നിന്ന് ചോറ് വെച്ചുകൊണ്ടിരുന്നത്. ഹോട്ടലിൽ നിന്നാണോ കഴിക്കുന്നത്? കുടിവെള്ളം കുടിക്കാൻ വെള്ളം ഇല്ല. കുടിവെള്ളം ഒരു പാൻ അവിടെ നിന്ന് ഒരു പാൻ എടുത്ത് വെച്ചിരിക്കുന്നു.
കടന്ന് തുണി നനയ്ക്കാൻ പോയപ്പോൾ കടന്ന് ഒരു ചായ വാങ്ങിച്ച് കുടിച്ചിട്ടാണ് വന്നത്. ചേച്ചി വീട്ടിൽ ജോലിക്ക് പോന്നു. ഒരു തൂക്കാനും തുറയ്ക്കാനും പോകുന്നത്. അപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് പാചകം ഒന്നും ഇല്ല. ഇപ്പൊ അരി ഇരിക്കുന്നു, മുളക്കരി ഇരിക്കുന്നു, എല്ലാ സാധനങ്ങളും ഇരിക്കുന്നു. പക്ഷെ വെള്ളം മാത്രമേ ഇല്ല. എന്താ പറയുന്നേ? വെള്ളം ഉടനെ വരുമെന്ന് പറയുന്നുണ്ടോ? എന്താ എനിക്കറിഞ്ഞോണോ. ദൂരം നിന്നാണോ പോയി വെള്ളം എടുക്കുന്നത്? ദൂരം ഇപ്പോഴും ആറ്റിങ്ങിൽ പോയി ഇതൊക്കെ തുണി എത്ര നന്ദി തുണി നനയ്ക്കാം. നാളെ അവർക്ക് ജോലി സ്ഥലത്തിൽ കൊടുത്തിട്ട് പോവാണ്. 5 ദിവസമായി വെള്ളം വന്നിട്ട് ഒരു കുടിക്കാൻ കൂടെ വെള്ളമില്ല. എന്നാൽ ഇവിടെ നിന്ന് പോയപ്പോൾ തല ചുറ്റി വിടുന്നു. അവിടെ നിന്ന് അവിടുത്തെ ചായക്കടന്നാണ് ഒരു ചായ വാങ്ങിച്ചു കുടിച്ചിട്ടാണ് തുണി നനയ്ച്ചത്. എല്ലാ സാധനങ്ങളും ഇരിക്കുന്നു മേഡം, എല്ലാ സാധനങ്ങളും ഇരിക്കുന്നു. തീർച്ചയായിട്ടും അനു, നമുക്ക് നമ്മളെ പ്രതികരണത്തിൽ നിന്ന് കേൾക്കാം. വീട്ടിലെ എല്ലാ സാധനങ്ങളും ഉണ്ട്, പക്ഷേ പാചകം ചെയ്യാൻ വെള്ളമില്ല. സമീപത്തുള്ള തോട്ട്, അതായത് കിള്ളിപ്പാലം ആറ്റിൽ നിന്നാണ് പോയി തുണി കഴുകുന്നത്. അതിനുശേഷം ഈ വെള്ളം ഇല്ലാത്തത് കൊണ്ട് തന്നെ കടയിൽ പോകുന്ന സമയത്ത് തലചുറ്റിൽ വന്ന് ചായ കുടിച്ചിട്ടാണ്, അവിടെ കടയിൽ നിന്നും ചായ കുടിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. 7 ദിവസം എന്ത് വിശദീകരണം നഗരസഭയ്ക്ക് അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് ഇതിന് നൽകാൻ കഴിയും എന്നതൊരു വലിയ ചോദ്യമല്ലേ? കാരണം മേയറുടെ വീട്ടിൽ നിന്ന് എത്ര ദൂരമുണ്ടാകും ഈ പ്രദേശം? 2 കിലോമീറ്റർ തികച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് പോലും അവരുടെ ശ്രദ്ധ എത്തുന്നില്ലെങ്കിൽ മറ്റിടങ്ങളിലെ കാര്യം പറയണമോ? തീർച്ചയായിട്ടും അനുവാദം നമ്മളെ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കഴിഞ്ഞ അതായത് ഈ ഇത്തരത്തിൽ അലൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നും പൈപ്പ് മാറ്റിയിടുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് വെള്ളം, അതായത് 4 ദിവസം തുടർച്ചയായി കുടിവെള്ളം പൂർണ്ണമായിട്ട് മുടങ്ങുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ യോഗം വിളിക്കുന്നത്. ഈ യോഗം വിളിക്കുന്ന സമയത്താണ് മേയർ അറിയുന്നത് ഇവിടെ ഇത്തരത്തിൽ ഗുരുതരമായിട്ടൊരു പ്രശ്നം നടക്കുന്നുണ്ട് എന്ന്. അതിന് മുന്നേ തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ വെള്ളമില്ലാത്ത കാര്യങ്ങളൊന്നും അവരാരും അറിയുന്നില്ല. കാരണം നഗരസഭ പരിധിക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് മേയർ അറിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമാണ് ഈ വെള്ളത്തിന്റെ വിഷയം വരുന്നു. പിന്നീട് വരുന്നത് റിപ്പോർട്ട് തേടുന്നു. ഗുരുതരമായിട്ടുള്ള ഇങ്ങനത്തുള്ള വീഴ്ച വന്നതായിട്ടുള്ള റിപ്പോർട്ട് തേടുന്നത്, അത് ടെക്നിക്കൽ മെമ്പറിന്റെ ഭാഗത്താണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് തേടുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് 2 ദിവസത്തിനകത്ത് റിപ്പോർട്ട് നൽകണമെന്നും പറഞ്ഞിട്ട്, പക്ഷെ എന്ത് റിപ്പോർട്ടാണ് നൽകുക? അതായത് ചെയ്യേണ്ട പ്രവർത്തികൾ യഥാസമയം ശരിയായ സമയത്ത് ചെയ്തു തീർക്കാതെ സാധാരണക്കാരന്റെ ജീവിതത്തിൽ മേൽ കടിഞ്ഞാളിട്ടുകൊണ്ട് എന്ത് റിപ്പോർട്ടാണ് ഈ നഗരസഭയ്ക്ക് നേടാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മേഴഞ്ചാൻ തോട്ടിൽ ഒരു സാധാരണക്കാരനായിട്ട് ശുചീകരണ തൊഴിലാളി വീണ് മരിച്ച സംഭവത്തിൽ മാലിന്യം വാരി കൂട്ടി, അതായത് ഈ നഗരത്തിലെ മാലിന്യം മുഴുവൻ വാരി ആ റെയിൽവേയുടെ അടിയിൽ കൊണ്ടിട്ടിട്ട് മേയർ പറഞ്ഞ വാദം നമ്മൾ കേട്ടതാണ്. റെയിൽവേയെ പഴിചാരി അത് രക്ഷപ്പെട്ടു. അതിനുശേഷമാണ് 5 ലക്ഷം അല്ലെങ്കിൽ 6 ലക്ഷത്തോളം ജനസംഖ്യ വരുന്ന നഗരസഭയിലെ പ്രധാന 44 വാർഡുകളിൽ കുടിവെള്ളമില്ലാതെ ആയിട്ട് അത് ഉദ്യോഗസ്ഥരുടെ തലയിൽ പഴിചാരി രക്ഷപ്പെടാൻ നോക്കുന്നത്. എങ്ങനെയാണ് നമുക്കത് ഉദ്യോഗസ്ഥരുടെ തലയിൽ മാത്രം വെക്കാൻ പറ്റുന്നത്? സാധാരണക്കാരെ ബാധിക്കുന്ന ഇത്തരം കുടിവെള്ളം പോലുള്ള പ്രശ്നങ്ങളിൽ ഗുരുതര വീഴ്ച വരുത്തിയതിനു ശേഷം അത് ഒരു കൂട്ടം ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം വെച്ച് രക്ഷപ്പെടാൻ കഴിയുമോ എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത്. തീർച്ചയായും ഭരണസിരാ കേന്ദ്ര നഗരത്തിലെ അവസ്ഥയാണ്. തുടർച്ചയായ 6ാം ദിവസവും കുടിവെള്ളം എത്തിക്കാൻ അത് ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്നുള്ളത് ദുഃഖകരം, ഖേദകരം. 7 ദിവസമായിട്ട് വെള്ളം ലഭിക്കാത്തവർ പോലും ഉണ്ട് എന്നതുകൂടി.